ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ചാണക സംഖ്യകളുടെ ഭൂലോക നുണയെക്കുറിച്ചാണ്. വയനാട് ദുരന്തം, ഈ ഒരു ദുരന്തം നടന്ന ആ ഒരു രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലൊന്നും തന്നെ ഒരു RSS കാരനെയും കാണുന്നില്ല, സേവാഭാരതിനെ കാണുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ദുരന്തമൊക്കെ കഴിഞ്ഞ് എല്ലതും ഇങ്ങോട്ട് സെറ്റിൽ ആയതിനു ശേഷം ഓരോരോ മടയിൽ നിന്നും ഈ സംഘീ ഭീകരന്മാർ പൊന്തി വന്നുകൊണ്ട് ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് അടിച്ചെടുക്കുമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതായിരുന്നു. അപ്പോൾ ആ സമയം ഇപ്പൊ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ദുരന്ത മേഖലയിലത്തെ രക്ഷാപ്രവർത്തനം, തെരച്ചിലൊക്കെ ഏതാണ്ടൊക്കെ അവസാനിച്ച രീതിയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സേവാഭാരതിക്കാർ ഓരോ ടവസറിട്ട് വന്നിട്ട് ഇപ്പോ ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തതല്ല, വേറെ ആരും തന്നെയല്ല, ഞങ്ങളാണ് ഞങ്ങളുടെ സ്വന്തം ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ചെയ്തത് എന്നും പറഞ്ഞിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അത് പറയുന്നില്ല, പക്ഷെ ഉത്തരേന്ത്യയിലത്തെ സംഘികൾക്ക് കൈമാറുകയാണ്. ഇങ്ങനത്തെ കുറെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, അതായത് ഈ സംഘികൾ വേറെ എവിടെയോ നിൽക്കുന്നത്, ഏതോ പശു തൊഴുത്തിലൊക്കെ നിൽക്കുന്നത് ചാണകന്മാരാണ് ചെയ്യുന്നത്, ആ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഈ ഉത്തരേന്ത്യൻ സംഘികളോട് പറയാണ് ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തത്, നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് വ്യാജ ന്യൂസ് ഉണ്ടാക്കിക്കൊന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഉത്തരേന്ത്യയിലത്തെ ചാണക സംഘികൾ യാതൊരു ഉളുപ്പുമില്ലാതെ ഞങ്ങളുടെ RSS പ്രവർത്തകർ കേരളത്തില് ദുരന്തം നടന്നപ്പോൾ അവർ മാത്രമേ ഉണ്ടായുള്ളൂ, ഈ മോദി മാത്രമേ ഉണ്ടായുള്ളൂ, രാഹുൽ ഗാന്ധി അവിടെ കാലുമെച്ചാളിയാവും, ദേഹം നനയും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല വയനാട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ വീടുണ്ടാക്കി ഇങ്ങനെ ഇടുകയാണ്. അപ്പൊ ആ വീടിന്റെ ചെറിയൊരു ഭാഗം നമുക്കത് കാണാം. आज केरला के वायनाड में जब लैंडस्लाइड की वजह से सैकड़ों लोगों की मौत हो चुकी है और उससे भी ज्यादा लोग लापता हैं, तब उनकी मदद करने के लिए RSS के स्वयंसेवक ग्राउंड लेवल पे आके अपनी जान दाव पे लगा रहे हैं। और वहीं दूसरी तरफ हमारे राजकुमार राहुल गांधी के लिए बारिश थोड़ी ज्यादा है, इसलिए वो वायनाड नहीं जा सकते। केरला में RSS के स्वयंसेवकों के खिलाफ कितना खतरनाक माहौल रहता है ये पूरा देश जानता है। उसके बाद भी वो अपनी जान जोखिम में डाल के केरला के ही लोगों को बचा रहे हैं। और मैं आपको लिख के दे सकता हूँ कि RSS के सेवक कभी भी इसका एहसान नहीं जताएंगे, क्योंकि यही उनका धर्म है। പിന്നെ അവസാനം പറഞ്ഞിട്ടില്ലേ, അതായത് ഈ RSSകാർ ഇങ്ങനെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചാൽ തന്നെ അവർ തിരിച്ചൊന്നും ചോദിക്കില്ല. കാരണം എന്താണ്, അതവരുടെ ധർമ്മമാണ്, അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഫോട്ടോ കാണിക്കുന്നത് ഫുള്ള് SDPIക്കാരുടെയാണ്. കാരണം ഉത്തരേന്ത്യയിലത്തെ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. പിന്നെ ചെറിയ ചെറിയ ഫോട്ടോ ആണ് കാണിക്കുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ ഒന്ന് രണ്ട് കാക്കി ടൗസർക്കാരനെയും കാണിക്കുന്നത്, അത് ഏതോ വേറെ സ്ഥലത്തെയാണ്. പിന്നെ രാഹുൽ ഗാന്ധിനെ കുറിച്ച് പറയുന്നത് മഴ പെയ്യുന്നത് കാരണം നനഞ്ഞെങ്കിലോ എന്ന് പേടിച്ചിട്ട് വയനാട്ടിലേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഈ രാഹുൽ ഗാന്ധിയാണ് ഏതാണ്ട് 3-4 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. മോദിയാണ് ഇപ്പൊ എത്തിയത്, ഏറ്റവും വൈകിട്ട് മഴയൊക്കെ നിന്നതിന് ശേഷമാണ് മോദി എത്തുന്നത്. അപ്പൊ ഈ രൂപത്തിലാണ് ഈ സംഘീ ഭീകരന്മാർ യാതൊരു നാണവും മാനവും ലജ്ജയും ഇല്ലാതെ ഇങ്ങനെ നുണകൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് 75 വർഷമായിട്ട് നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരാളുടെ പോസ്റ്റാണ്, അതിൽ പറയുന്നത് ചാണകപുത്ര നീ ഇങ്ങോട്ട് വാ കേരളത്തിലേക്ക്, നിന്നെ ഞങ്ങൾ ഗോമൂത്രത്തിലിട്ട് ചവിട്ടി കൂട്ടുന്ന എഴുതിയിരിക്കുകയാണ് അവിടെ. കാരണം ഇത്രയും വലിയ നുണ പറയാൻ സംഘികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ പിന്നെ ഇവരുടെ ചെയ്യേണ്ട പണി എന്താന്ന് വെച്ചാൽ മൂത്രത്തിലിട്ട് ചവിട്ടി കൂട്ടുക, ഗോമൂത്രത്തിലിട്ടിട്ട്. പിന്നെ ഈ പോസ്റ്റിൽ കണ്ടില്ലേ, ഇതൊന്നും മലയാളികളോട് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും ഞാൻ ഒന്ന് ആവർത്തിക്കുകയാണ്. അതായത് ഈ പോസ്റ്റ് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും മതസാമുദായിക സംഘടനകളെ ദുരന്തമുഖത്ത് കണ്ടവർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം ഈ ദുരന്തമുഖത്ത് വന്നവരാണെങ്കിലോ ആ സംഘടനകളുടെ പേരാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ദുരന്തമുഖത്ത് കണ്ടവരുണ്ടോ ഇവരല്ലാതെ എന്ന് ചോദിക്കുകയാണ്. ആരല്ലാതെ? വൈറ്റ് ഗാർഡ്സ് മുസ്ലിം ലീഗിന്റെ സംഘടനയാണത്. SDPI അത് വളണ്ടിയർമാരാണ്, വളണ്ടിയർ ടീം. പിന്നെ IRW ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, വിഖായ സമസ്തയുടെ ഒരു പാർട്ടിയാണത്. SYS സാന്ത്വനം അത് AP സുന്നി വിഭാഗത്തിന്റെ ഒരു ടീമാണ്. യൂണിറ്റി മർക്കസ് ദാവ അതിന്റെ പാർട്ടിയാണത്. തെലാത്ത് KNMന്റെ പാർട്ടി, പിന്നെ വിസ്ഡം മുജാഹിദ്, പിന്നെ PDP. ഈ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, മുഴുവൻ ഇസ്ലാമിക സംഘടനകളാണ്, മുസ്ലിങ്ങളുടെ സംഘടനകൾ മാത്രമാണ്. എന്നിട്ടാണ് ഈ സംഘികൾ ഒരു ഉൾപ്പില്ലാതെ ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നത്. പിന്നെ അവിടെ താഴത്ത് ചോദിക്കുകയാണ്, ഹിന്ദു ജാതി സംഘടനകൾ എവിടെ, ക്രിസ്ത്യൻ സഭകൾ എവിടെ, പോട്ടെ മതങ്ങളെ മാനവികത പഠിപ്പിക്കുന്ന നാസ്തിക കോളാമ്പികൾ എവിടെ എന്ന് ചോദിക്കുകയാണ്. ഒരു ദുരന്തമുഖത്ത് എത്തിപ്പെടുന്നത് മുസ്ലിങ്ങൾ തന്നെ ആവുള്ളൂ, ആദ്യവും അവസാനമൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കാര്യങ്ങളൊക്കെ സുരക്ഷിതമായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ ആൾക്കാർ മുഖം പൊന്തിച്ചു കൊണ്ടിങ്ങനെ വരും, ഞങ്ങൾ അതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ എന്തിനാ പറയുന്നത് എന്ന് വെച്ചാൽ ഈ സംഘികളുടെ ഭൂലോക നുണയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം ഏറ്റവും വലിയ നുണകൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സമയമാണിത്. കാരണം ബംഗ്ലാദേശിലത്തെ സംഭവങ്ങളും വെച്ചിട്ട്, ബംഗ്ലാദേശിലാണ് സംഭവിക്കുന്നത് എന്നും പറഞ്ഞിട്ട് കാണിക്കുന്ന വീഡിയോകളുണ്ടല്ലോ, അതിലത്തെ 99% വീഡിയോകളും
ഇന്ത്യയിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ ബംഗ്ലാദേശും ഇന്ത്യയുമായി യാതൊരു ബന്ധമില്ലാത്ത വേറെ ഏതോ രാജ്യത്തേക്ക് വീഡിയോകളാണ് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞിട്ട്? ഞങ്ങൾ ഹിന്ദുക്കളേതാ മുസ്ലിങ്ങൾ കൊല്ലുന്നു എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ആ നുണകൾ പ്രചരിപ്പിച്ചിട്ട് ഇപ്പോ ഈ മണിപ്പൂരിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാതിരുന്ന മോദി വരെ ബംഗ്ലാദേശിലത്തെ ഹിന്ദുക്കളെ രക്ഷിക്കൂ എന്ന് പറയാണ്. ഇന്ത്യയിലത്തെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ കഴിയാത്ത ആളാണ് ബംഗ്ലാദേശിലത്തെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു നുണയുടെ പുകപടലത്തിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയിൽ വമ്പൻ ഒരു കലാപം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ബാലൻസിങ്ങും. കാരണം ഈ പാലസ്തീനിൽ ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നുണ്ടല്ലോ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഭീകര രാജ്യം. ആ ഇസ്രായേലിന് ആയുധം സപ്ലൈ ചെയ്യുന്നത് മോദിയാണ്. അപ്പോൾ അതിന്റെ ബാലൻസിങ് വരുത്താൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ മാത്രമല്ല ഹിന്ദുക്കളെയും കൊല്ലുന്നു ബംഗ്ലാദേശിൽ പറഞ്ഞു കാണിക്കാണ്. ബംഗ്ലാദേശിന്റെ പ്രശ്നം എന്താണ്? ബംഗ്ലാദേശിൽ അവിടെ സമരം ഉണ്ടാവാൻ കാരണം തന്നെ ഈ സംവരണത്തിന്റെ പേരിലാണ്. സംവരണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ ജാതി വ്യവസ്ഥ, ഉയർന്നവൻ താഴ്ന്നവൻ, കാട്ടുജാതി, ആദിവാസി, അങ്ങനത്തെ സംവരണമല്ല ബംഗ്ലാദേശിലുള്ളത്. കാരണം ബംഗ്ലാദേശ് ഭൂരിഭാഗം മുസ്ലിങ്ങൾ ഉള്ളത് കാരണം തന്നെ അവിടെ ഈ അസമത്വമില്ല, മാനവിക രഹിതമായിട്ടുള്ള നീ വേറെ ഞാൻ വേറെ ഉള്ള സംഗതികളില്ല. അപ്പൊ പിന്നെ അവിടുത്തെ സംവരണം എന്താണ്? അവിടുത്തെ സംവരണം ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അവരുടെ കുട്ടികൾക്കും ആ കുട്ടികളുടെ കുട്ടികൾക്കും മാത്രമാണ് 30% സംവരണം എല്ലാ തസ്തികകളിലും എല്ലാ മേഖലയിലും ഉണ്ടാവുക എന്നൊരു തീരുമാനം സർക്കാർ എടുക്കുന്നു. അതിനെതിരെയാണ് അവിടെ സമരം തുടങ്ങുന്നത്. ആ സമരം തുടങ്ങുന്നത് ആരാണ്? അവിടുത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. പിന്നെ ഈ സംവരണം തലപ്പൊക്കി വന്നത് അവാമി ലീഗ് എന്ന് പറഞ്ഞ അവിടുത്തെ ഏറ്റവും ആദ്യത്തെ പാർട്ടി ആയിട്ടുള്ള അവാമി ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവാമി ലീഗും സ്റ്റുഡൻസും മുഖാമുഖം വരികയാണ്. അവിടെ മതവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അവിടെ ഹിന്ദുക്കളെ കൊല്ലാൻ പറഞ്ഞ് ഇറങ്ങിയതാണോ? അല്ലല്ലോ. അവിടെ ഈ പ്രശ്നമാണ് സംവരണം. ആ സംവരണമാണെങ്കിലോ ഹിന്ദുക്കൾക്കുള്ള സംവരണവും അല്ല. അപ്പൊ ഹിന്ദുക്കൾ ഈ ഒരു ചിത്രത്തിൽ തന്നെ ഇല്ല. അങ്ങനത്തെ ഒരു കലാപമാണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് അതിന്റെ അവസാനം ഈ ഹസീന എന്ന് പറയുന്ന ഹിന്ദു സ്ത്രീയാണോ? ഹസീന മുസ്ലിം അല്ലേ? ആ ഹസീനയുടെ സഹോദരി അതും മുസ്ലിം. അതേപോലെ തന്നെ ഹസീനയുടെ മന്ത്രിസഭയിലുള്ള ഒരുപാട് മന്ത്രിമാരും അതും മുസ്ലിം. അവരെല്ലാവരും കൂടിയിട്ട് ഇന്ത്യ വിട്ടുവിടാണ്. ചിലർ ഇന്ത്യയിലേക്ക് വരുന്നു, ചിലർ വേറെ എങ്ങോട്ടൊക്കെ സ്ഥലം ഇടുന്നു. പിന്നെ അതേപോലെ തന്നെ അവാമി ലീഗിലത്തെ ബാക്കിയുള്ള ഒരുപാട് മുസ്ലിം ഈ MLA MP ഒക്കെ ഉണ്ടാവുമല്ലോ, അവരെല്ലാവരും ഒളിവിൽ പോകുന്നു. അപ്പൊ അവരിനൊക്കെയാണ് ഈ ജനങ്ങൾ തെരഞ്ഞു കണ്ടുപിടിച്ച് മർദ്ദിക്കുന്നത്. അതൊന്നും തന്നെ ഹിന്ദുക്കളല്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലുന്നു, ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊല്ലാൻ എന്താണ് അവിടെ കാരണം? അവിടെ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇങ്ങനത്തെ ഒരു നാടകത്തിന്റെ ആവശ്യമുണ്ടോ? സംവരണത്തിനെതിരെ സമരം, എന്നിട്ട് ഹസീനയെ ഓടിക്കുന്നു, അതിനുശേഷം നമുക്ക് ഹിന്ദുക്കളെ കൊല്ലാൻ പറഞ്ഞ് അങ്ങനെ ഒരു നാടകം കളിക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഭൂരിഭാഗം മുസ്ലിംസ് ആണുള്ളത്. ഏത് നിമിഷം വേണമെങ്കിലും ഹിന്ദുക്കളെ ആക്രമിക്കാം. പക്ഷെ അങ്ങനെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന ഒരേ ഒരു രാജ്യം ഈ പറഞ്ഞ ഇന്ത്യ മാത്രമാണ്. മണിപ്പൂർ കണ്ടില്ലേ? മുസ്ലിങ്ങളുടെ വീടൊക്കെ ബുൾഡോസർ വെച്ച് തകർക്കണം നിങ്ങൾ കണ്ടില്ലേ? മുസ്ലിങ്ങളുടെ ഒരു കാരണം കൂടാതെ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാ മുസ്ലിങ്ങളുടെ വീട് തീ വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ ഇന്ത്യയിലാണ് നടക്കുന്നത്. ഹിജാബ് ധരിക്കരുത്, അത് ധരിക്കരുത്, ഇത് ധരിക്കരുത്, കുറെ മുസ്ലിങ്ങളുടെ പിന്നാലെ നടക്കുക. മുത്തലാഖ്, വഖഫ് ബോർഡ്, ബാങ്ക്, നോമ്പ്, ഹജ്ജ് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങൾ എന്താ ചെയ്യണം ഇങ്ങനെ നോക്കിയെടുക്കുക. വേറെ ഒരു പ്രശ്നവും ഇന്ത്യയിലില്ല. അപ്പൊ ന്യൂനപക്ഷങ്ങളെ ഈ രൂപത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരേ ഒരു രാജ്യം അത് ഇന്ത്യ മാത്രമാണ്, അല്ലാതെ ബംഗ്ലാദേശ് അല്ല. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലൊന്നും തന്നെ ന്യൂനപക്ഷങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആ ചെറ്റ പരിപാടി, സംസ്കാര ശൂന്യത ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ബംഗ്ലാദേശിൽ വളരെ കാര്യങ്ങൾ കൃത്യമാണ്. അവിടെ യാതൊരു പ്രശ്നവും ഹിന്ദുക്കളുമായിട്ടില്ല. പക്ഷെ ഇപ്പോ അവിടെ നിന്ന് ഒളിച്ചോടിയവരും അല്ലാത്തവരൊക്കെ ഇപ്പൊ അങ്ങനെ വന്നിട്ട് ഈ ഹസീന പോലത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ ഹിന്ദുക്കളെ കൊല്ലുന്നു. അപ്പൊ ഈ ഹസീന ഹിന്ദു അല്ലല്ലോ, പിന്നെ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോകുന്നത്? ഹിന്ദുക്കളെയാണ് കൊല്ലുന്നതെങ്കിൽ. അങ്ങനെ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഈ സംഘി പരിവാരങ്ങൾക്ക് BJPക്ക് വലിയ ഒരു നുണ ന്യൂസ് എവിടുന്ന് കിട്ടിയാലും വേണ്ടില്ല, ഹിന്ദുക്കളെ കൊല്ലുന്നു എന്നുള്ളൊരു വാർത്ത കിട്ടണം, എന്നാലാണ് അവരുടെ കഞ്ഞി വേവുള്ളൂ. അതിനാണ് ഈ ബംഗ്ലാദേശിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ ചില നേതാക്കന്മാർക്കൊക്കെ പണം കൊടുത്തിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഹിന്ദുക്കളെ കൊല്ലുന്നുണ്ട് പറയടാന്ന് പറഞ്ഞിട്ട് പറയിപ്പിക്കുകയാണ്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ ജനറൽ ആയിട്ടൊരു കലാപമാണ്. കാരണം നിയമങ്ങൾ ഇല്ലാതാവുമ്പോ കുറെ ക്രിമിനൽസ് തെരുവിൽ അഴിഞ്ഞാടും. അവർക്ക് ഹിന്ദു മുസ്ലിം എന്നൊന്നുമില്ല. അവർക്ക് പണക്കാർ ദരിദ്രന്മാർ മാത്രമേ ഉള്ളൂ. പണക്കാരുടെ വീട്ടിൽ കയറി അവർ കൊള്ളടിക്കും. അത് മുസ്ലിമിന്റെ വീടാണെങ്കിലും കൊള്ളടിക്കും, ഹിന്ദുവിന്റെ വീടാണെങ്കിലും കൊള്ളടിക്കും. ഇപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോലും അവിടെ ആകെ മരണപ്പെട്ടത് 300 പേരാണ്. ആ 300 പേരില് വിദ്യാർത്ഥികളാണ് പകുതിയിൽ കൂടുതൽ. എന്നുവെച്ചാൽ 150 പിടിക്കുക. ബാക്കി 150 ആളുകൾ മാത്രമാണ് ഈ അവാമി ലീഗ് പാർട്ടിയിൽ മരിച്ചിട്ടുള്ളത്. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഹിന്ദുക്കളിൽ എങ്ങനെ ഈ പാലസ്തീനിൽ കാണുന്ന പോലെ മുഴുവൻ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊല്ലുന്നത് പോലെ ഒന്നും ഇവിടെ കൊല്ലുന്നൊന്നുമില്ല. ഇവിടെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ടാർഗറ്റേ അല്ല. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് പാച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. കാരണം നുണപറച്ചൽ എന്ന് പറയുന്നത് സംഘി ഭീകരന്മാരുടെ അതുപോലെ തന്നെ BJPക്കാരുടെ സിരയിൽ അടങ്ങി ഇരിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണല്ലോ ഈ
ബാബറി മസ്ജിദിന്റെ അടിയിലാണ് ശ്രീരാമൻ ജനിച്ചത്. ബാബറി മസ്ജിദിൽ ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടു. ലോകത്ത് ഒരു സ്ഥലത്തും ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, ബാബറി മസ്ജിദിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് എവിടെ? അപ്പൊ ഇങ്ങനത്തെ ഭൂലോക നുണകൾ മതത്തിനെ ഉപയോഗിച്ചിട്ടും അല്ലാതെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഭൂലോക കള്ളന്മാരാണ് ഈ സംഖ്യകള്. അവരിപ്പോ അവരുടെ ചാനലാണല്ലോ കൂടുതലുള്ളത്. അദാനി അംബാനിമാരുടെ ചാനലാണോ ഫുള്ള് ഈ ഗോദി മീഡിയ. അവരാണെങ്കിലും ഇത് നന്നായിട്ട് ഊതി പെരിപ്പിക്കുകയും ചെയ്യും. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് ധ്രുവ് രാഠി വരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേട്ടു നോക്കി. एक से बढ़कर एक झूठी खबर फैलाई इन्होंने। ये देखिए, ये ट्वीट फेक था, ये खबर फेक थी। हिंदू क्रिकेटर के घर पर आग लगना फेक था, ये खबर भी फेक थी, ये वीडियो भी फेक था। सिंपल सी बात है दोस्तों, जो इन नफरती चिंटुओं के दिमाग में घुसती नहीं कि कॉम्युनल वायलेंस को रोकने का सोल्यूशन कॉम्युनल वायलेंस नहीं है। ധ്രുവ് രാഠി ഫാക്ട് ചെക്കർ ഒന്നല്ല. എന്നിട്ട് പോലും മൂപ്പരുടെ വാർത്തയിൽ ചെറിയൊരു ഭാഗത്ത് തന്നെ ഏതാണ്ട് 5 വ്യാജ ന്യൂസാണ് മൂപ്പർ കാണിച്ചത്. ഈ സംഘി ഭീകരന്മാർ ഉണ്ടാക്കിയ ബംഗ്ലാദേശിൽ ഞങ്ങൾ പാവം ഹിന്ദുക്കളെ കൊല്ലുന്നു എന്ന് പറയുന്ന ആ ഒരു ടാഗ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് പറയണ അതൊക്കെ വ്യാജ ന്യൂസ് ആയിരുന്നു. പിന്നെ മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന ആൾട്ട് ന്യൂസിന്റെ ഫാക്ട് ചെക്കർ, അയാളാണെങ്കിലും ഡെയിലി 5 വ്യാജ ന്യൂസ് വെച്ചിട്ടാണ് പൊളിച്ചടക്കി കൈ കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ ഏതാണ്ട് 70 75 നുണ ന്യൂസ് ഇതുവരെ മുമ്പ് പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. എന്തിന് എന്റെ ഗ്രൂപ്പിൽ വരെ നുണ ന്യൂസ് ഇടുന്നുണ്ട്. ഇന്ത്യയില് കുറെ ഈ ജാഥ പോലോ, ഈ റാലി പോലോ, ഈ മത റാലി, ഹിന്ദുക്കളുടെ ഈ പിന്നെ ആഘോഷ റാലി പോലോ, അത് പോകുന്ന സമയത്ത് ഏതോ ഷോക്ക് അടിച്ച് വെള്ളം കെട്ടി നിന്നിരുന്നു. അവിടെ ഷോക്ക് അടിച്ചിട്ട് ഒരുപാട് സ്ത്രീകൾ ബോധം കെട്ട് വീഴെ മരിക്കൊക്കെ ചെയ്ത് ഷോക്ക് അടിച്ചിട്ട് ആ വീഡിയോ എടുത്തിട്ട് എന്തോ പരിപാവനമായ സംഗതിയായിട്ട് എന്റെ ഗ്രൂപ്പിൽ കൊടുന്ന് തിരിക്കുക. എന്നിട്ട് എന്താ പറഞ്ഞത്? കണ്ടോ ഞങ്ങൾ ഹിന്ദുക്കളെ ബംഗ്ലാദേശിൽ കൊല്ലുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇതാ എടുക്കുന്നു പറഞ്ഞിട്ട് കാണിച്ചു തരാണ്. നോക്കുമ്പോ എന്താണ് ഇന്ത്യയിലുള്ള രംഗങ്ങള്. അതേപോലെ തന്നെ എല്ലാതും 99% വ്യാജ ന്യൂസ് ആണ്. എന്തുകൊണ്ടാണ് വ്യാജ ന്യൂസ് ഇടേണ്ട ഗതികേട് വരുന്നത്? കാരണം അവിടെ അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ. ഈ ഇന്ത്യയിലുള്ള ഗോദി മീഡിയകൾക്ക് ഒരു കഴിവുണ്ട്. ഇല്ലാത്തൊരു ന്യൂസിനെ അവര് ഉള്ളതാക്കി മാറ്റും. എല്ലാവരും കൂടി ഒന്നിച്ച് പറഞ്ഞ് വലിയൊരു ഹാഷ്ടാഗ് ഒക്കെ ഉണ്ടാക്കി ഈ പറഞ്ഞ ഏതെങ്കിലും വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, യുണൈറ്റഡ് നേഷൻസിന്റെ ഒക്കെ ആൾക്കാർ മുമ്പിൽ ഈ വാർത്ത കാണിക്കുക. അവരുണ്ടാക്കിയ വാർത്ത തന്നെ കാണിക്കും. അത് കണ്ട് ആരും വിശ്വസിച്ച് പോവുകയും ചെയ്യും. കാരണം എല്ലായിടത്തും ഹിന്ദുക്കളെ കൊല്ലുന്നു ഇങ്ങനെ കാണിക്കല്ലേ. പക്ഷെ ഒരൊറ്റ ന്യൂസ് പോലും ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലുന്നില്ല. കാരണം അത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മതി. അവിടെ ഈ കലാപമൊക്കെ തുടങ്ങിയത് തന്നെ സംവരണത്തിന്റെ പേരിലാണ്, ഹിന്ദുക്കളുടെ പേരിലേ അല്ല. പിന്നെ ഞാൻ തന്നെ എന്റെ വീട്ടിൽ ഏതാണ്ട് 8 10 വ്യാജ ന്യൂസ് പൊളിച്ചടക്കിയിട്ടുണ്ട്. പിന്നെതാ വീണ്ടും കാണിക്കുന്നതാ ഈ കാണുന്ന വാർത്ത എന്താണ്? ഇതൊക്കെ ഹിന്ദുക്കളെ കൊല്ലുന്നു പറഞ്ഞ് വന്ന വാർത്തകളാണിത്. ഇതിൽ മുഹമ്മദ് സുബൈർ പറയുന്നത് ഒരു സ്ത്രീ അവിടെ പർദ്ദ ധരിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് ഹിന്ദു ആവുക? അത് മുസ്ലിം സ്ത്രീയാണെന്നാണ് മുഹമ്മദ് സുബൈർ പറയുന്നത്. പിന്നെ ഇത് എവിടെ നടന്നു എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ അവാമി ലീഗ് പാർട്ടിയിലത്തെ വനിതാ വിങ് ഉണ്ടല്ലോ, അവരിനെയും ആക്രമിക്കുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ കൊടുത്തിട്ട് ഹിന്ദു സ്ത്രീകളെ എന്താ ബലാത്സംഗം ചെയ്യുന്നു, ഹിന്ദു സ്ത്രീകളെ കെട്ടിയിട്ട് കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ്. ഏത് ഈ സംഘികളുടെ സംസ്കാരം ഉണ്ടല്ലോ, ബലാത്സംഗം ചെയ്യുക, അടിച്ചു കൊല്ലുക, വെട്ടി നുറുക്കുക, കഴുത്തറുത്തെടുക്കുക, ഇതൊക്കെ അവിടെ ചെയ്യുന്നു പറഞ്ഞ് കാണിക്കണം. വെറുതെ അവരുടെ മനസ്സിലെടുത്ത് ഇങ്ങനെ പറയാണ്. പിന്നെ ഈ വാർത്തകളൊക്കെ ഇതൊക്കെ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന RSS തീവ്രവാദികൾ ചെയ്യുന്ന സംഗതികൾ അതേപോലെയാണ് മറിച്ചിട്ട് പറയാണ് ഇത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊല്ലാണെന്ന് പറയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രക്കധികം എന്നാണ് പറയുന്നത്? അവിടെ അങ്ങനെയൊന്നുമില്ല. ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു ഹിന്ദുക്കളെ കൊല്ലുന്ന പരിപാടി നടക്കുന്നില്ല. അത് തന്നെയാണ് പ്രശ്നം. ഇനി ഈ മോദിയും കൂട്ടരും അവിടെ ഒരു പുതിയ ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് വന്നിട്ടുണ്ട്, ഒരു മുഹമ്മദ് യൂനിസ് പറഞ്ഞിട്ട്. അയാളുടെ വായിലേക്ക് കുറെ പൈസ തിരികിയിട്ട് അയാളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്, ഹിന്ദുക്കളെ ആരും ആക്രമിക്കരുത് പറഞ്ഞിരിക്കുകയാണ്. ഇത് ഈ ഒരു മുഹമ്മദ് യൂനിസ് പറഞ്ഞ ഈ ഒരു കെയർ ടേക്കർ പ്രധാനമന്ത്രി പറഞ്ഞതാണെന്ന് തന്നെ കൂട്ടുക. അത് നല്ലൊരു കാര്യമില്ലേ? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയാണ് നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കരുത് എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ മോദി എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ? മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ കൊല്ലരുത് എന്ന് ഈ മോദി പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ ഒട്ടുക്കും നടന്ന ഈ മുസ്ലിങ്ങളെ കൊല്ലുന്നത് അങ്ങനെ ചെയ്യരുതെന്ന് മോദി പറഞ്ഞിട്ടുണ്ടോ? ബീഫിന്റെ പേരിൽ മുസ്ലിങ്ങളെ കൊന്നത് ചെയ്യരുത് എന്ന് മോദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ വേറൊരു രാജ്യത്തെ ഒരു മുസ്ലിം നേതാവ് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കരുത് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അല്ലാതെ മോദിയെ പോലെ വർഗീയത ആളി കത്തിക്കലല്ലോ ചെയ്യുന്നത്. ഏതാ ഇന്ത്യയിലത്തെ വാർത്തകൾ ഇതൊന്നും ആരും കാണിക്കൂല. എന്താണ് ബിജനോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്കൂൾ കുട്ടികളെ ആട്ടിപ്പുറത്താക്കിയിരിക്കുകയാണ്. എന്താ പ്രശ്നം? ഹിജാബ് ധരിച്ചു. കണ്ടില്ലേ? ഇതൊക്കെയാണ് ഇവരെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ. മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിച്ച ഇവർക്ക് എന്താ പ്രശ്നം? ഇവരുടെ കാര്യം നോക്കിയിട്ട് ഉടുതുണിയില്ലാതെ നൂൽബന്ധം ഇല്ലാതെ ചാടി കളിച്ച പോരെ. തിരുമ്പലും കുളിക്കലും ഇല്ലാതെ ജട പിടിച്ച് നടന്നോട്ടെ. നമ്മൾ വേണ്ടെന്ന് പറയുന്നില്ലല്ലോ. നല്ല വെടിപ്പും വൃത്തിയായിട്ട് പെൺകുട്ടികൾ നല്ല വെളുത്ത ഡ്രസ്സ്, വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരിക്കുകയാണ് ഹിജാബ് ധരിച്ചിട്ട്. ഈ സംഘികളെ അലോസരപ്പെടുത്തുകയാണ്. അങ്ങനെ ആട്ടി പുറത്താക്കി. അതാണ് ഇപ്പോ വാർത്ത. എന്നിട്ട് പറയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലുന്നു. ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? അതിനെ കുറിച്ച് ഒരു ചുക്കും പറയൂല. പിന്നെ ഈ വാർത്ത ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. അതായത് ഈ തെരുവിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളൊക്കെ പോയിട്ട് ഈ സംഘി ഭീകരന്മാര് ഉത്തർപ്രദേശിൽ അടിക്കുകയാണ്. വലിയ വലിയ മുണ്ടം വരെടുത്തിട്ട് അടിക്കുകയാണ്.
അപ്പൊ പോലീസുകാർ പറയാണ് അവിടെ ഞങ്ങൾ പോയി പരിശോധിച്ചപ്പോൾ അവിടെ ഒരൊറ്റ ബംഗ്ലാദേശിയും ഇല്ല, ഒക്കെ ഇന്ത്യൻ മുസ്ലിങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് പോലീസുകാർ തന്നെ പറയാണ്. അങ്ങനെ അയാളിനെ പിടിച്ച് ജയിലിലാക്കി, ആ ഒരു ഹിന്ദുത്വ തീവ്രവാദിനെ പിടിച്ച് ജയിലിട്ടിട്ടുണ്ട്. താൽക്കാലികം മാത്രമാണ്, കുറച്ചു കഴിഞ്ഞാൽ പുറത്തു വരും. പക്ഷെ ഇപ്പൊ വൈറലായ ഈ വീഡിയോ ഉണ്ടല്ലോ, അങ്ങനെ ഈ മുസ്ലിങ്ങളെ തല്ലുന്ന, ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളെ തല്ലുന്ന വീഡിയോ, അത് നേരെ തിരിച്ചിനി ബംഗ്ലാദേശത്തെ ഹിന്ദുക്കളെ അടിക്കുന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വിളമ്പി തരുകയും ചെയ്യും. പിന്നെ ഇതാണ് ആ വാർത്ത. മോദി പറയാണ്, അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ് ഗോദി മീഡിയ കൊടുത്തിട്ടുള്ളത്. എന്താ പറയുന്നത്? മോദി പറയാണ് ബംഗ്ലാദേശിലത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കണം എന്ന് പറയാണ്. ഇന്ത്യത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വയ്യാത്ത മോദിയാണ് ഇങ്ങനെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി കഴുത കണ്ണീരൊഴുക്കുന്നത്. എന്തിന് ഇന്ത്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഈ മോദിക്ക് വേണ്ടിയിട്ടുണ്ടോ? ഗുജറാത്തിൽ ന്യൂനപക്ഷങ്ങളെ കൊന്നിട്ടാണ് ഇയാൾ ഈ രൂപത്തിൽ വളർന്നു വന്നത് തന്നെ അങ്ങനെയാണ്. എന്നിട്ട് പറയണം ബംഗ്ലാദേശിലത്തെ ഹിന്ദുക്കളെ രക്ഷിക്കണം. ഇന്ത്യത്തെ ഹിന്ദു സ്ത്രീകൾ തെരുവിലാണ് പ്രസവിക്കുന്നത്, അവിടെ കിടന്ന് മരിക്കുകയാണ്. എവിടെ നോക്കിയാലും ചികിത്സ ഇല്ല, ഒന്നുമില്ല. ഓരോരോ ഹോസ്പിറ്റലിൽ പോയാലും ചവിട്ടി പുറത്താക്കുന്നു. താഴ്ന്ന ജാതി, മേലെ ജാതി, ആ ജാതി, ഈ ജാതി എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഓടിക്കുന്നു. ഹിന്ദു കുട്ടികളെ മോദി തന്നെ തൊടില്ല. എന്നിട്ട് അങ്ങനത്തെ മോദി ഭയങ്കര ഹിന്ദു പറഞ്ഞ് നടക്കുകയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു മാത്രമല്ല, അവിടെ ഒരുപാട് ജാതികളുണ്ട്. ഇന്ത്യയിലുള്ള അതേപോലെ തന്നെ ഒരുപാട് ജാതി ഉണ്ട്. എല്ലാവരും പിടിച്ചിട്ട് ഈ മോതിരം അടിയിൽ കൊണ്ടുപോയി ഇരുത്തണം. അന്ന് തീരെ മൂപ്പരുടെ ഈ അയത്തും തൊട്ട് തീണ്ടി കൂടായകയും പിന്നെ ശുദ്ധീകരണമൊക്കെ. അപ്പൊ ഈ വാർത്തയിലത്തെ വൈരുദ്ധ്യം എന്താ അറിയോ? മോദി പറയാണ് ബംഗ്ലാദേശിലത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കണം. ബംഗ്ലാദേശിന്റെ കെയർ ടേക്കർ ആയിട്ടുള്ള പ്രധാനമന്ത്രി പറയാണ് ഇവിടുത്തെ ഹിന്ദുക്കളെ രക്ഷിക്കണം. ഇവരെല്ലാവരും ഹിന്ദുക്കളെ രക്ഷിക്കണം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ എന്താന്ന് വെച്ചാൽ അവിടുത്തെ ഈ യഥാർത്ഥ പ്രശ്നം ഉണ്ടല്ലോ, സംവരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം, അത് ഒളിപ്പിച്ച് വെക്കാനാണ് ഇപ്പൊ ഹിന്ദു പറഞ്ഞിട്ട് ഇവരെ ഇറങ്ങിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ ഈ വീടിന്റെ രത്നച്ചുരുക്കം എന്താന്ന് വെച്ചാല് പറ നോണയന്മാരാണ് ഈ സംഘി ഭീകരന്മാരും BJP-കാരൊക്കെ. അവർ ഇനിയും നുണ പറയും. എത്ര വലിയ ആള് വിചാരിച്ചിട്ടും കാര്യമില്ല. ഇവര് നുണകൾ പറഞ്ഞിട്ടാണ് ഇവരെ തുടക്കം തന്നെ. ഇവര് ചാവുന്നത് വരെ, ഇവർ ഒടുങ്ങുന്നത് വരെ നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന്റെ ഇടയിൽ നമ്മളെ പോലത്തെ ആൾക്കാർ ഇതൊക്കെ കേട്ട് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.